1 ദിനവൃത്താന്തം അധ്യായം 11. ഇസ്രായേല്യർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എൻ്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കും എന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമുവേലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേല്യരും ജെറൂസലമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറൂസലം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസ്യർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ്യർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിൻ്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകനാക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിൻ്റെ നഗരം എന്ന് പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ. 3 പ്രമുഖനും ഹക്മോന്യനുമായ യഷോബെയാം. അവൻ 300 പേരെ ഒന്നിച്ചു കുന്തം കൊണ്ട് കൊന്നു. 3 രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്ത്യർ പസ്ദമീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോടുകൂടെ ഒരു ബാർലി വയലിൽ ആയിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിൻ്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അതുല്ലാം ശിലാഗുഹയിൽ ദാവീദിൻ്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബേത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനിത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണ് ഇത്. യോവാബിൻ്റെ സഹോദരൻ അബിഷായി ആയിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു. ഇവനും 3 പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു. എന്നാൽ അവൻ 3 എത്തിയില്ല. കപ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ്. ഇവൻ മോവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ്. അങ്ങനെ പരാക്രമശാലികളായ 3 പുറമെ അവനും പ്രശസ്തനായി.
അവൻ 30 പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിൻ്റെ സഹോദരൻ അസഹേൽ, ബേത്ലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹാരോദിലെ ഷമ്മോത്ത്, പെലോന്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കഷിൻ്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, ഹുഷാത്യൻ സെബക്കായി, അഹോഹ്യൻ ഈലായി, നെത്തോഫായിലെ മഹറായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹെലദ്, ബെഞ്ചമിൻ്റെ ഗിബയായിലെ ഇർബായിയുടെ മകൻ ഇത്തായി, പിറാത്തോനിലെ ബനായ, ഗാഷ് അരുവിക്കരയിലെ ഹുറായി, അർബാത്യനായ അബിയേൽ, ബഹ്റൂമിലെ അസ്മാവത്ത്, ഷാൽബോനിലെ എലിയാബ, ഗിസോന്യനായ ഹാഷം, ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥാൻ, ഹരാറിലെ സഖാറിൻ്റെ മകൻ അഹിയാം, ഊറിൻ്റെ മകൻ എലിഫാൽ, മെക്കറാത്യനായ ഫേഫർ, പെലോന്യനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാരായ്, നാഥാന്റെ സഹോദരൻ ജോയേൽ, ഹഗ്രിയുടെ മകൻ മിബ്ഹാർ, അമ്മോന്യനായ സേലഖ്, സെരൂയായുടെ മകനായ യോവാബിൻ്റെ ആയുധവാഹകനും ബേറോത്തുകാരനുമായ നഹറായി, ഇത്രീയരായ ഈരായും ഗാരബും, ഹിത്യനായ ഊറിയ, അഹലായുടെ മകൻ സാബാഹ്, റൂബൻ ഗോത്രജനായ ഷെസയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും, മാഖായുടെ പുത്രൻ ഹാനാൻ, മിത്കാരനായ യോഷാഫാത്ത്, അഷ്തേറാത്തുകാരൻ ഉസിയ, അരോവറിൽ നിന്നുള്ള ഹോത്താമിൻ്റെ പുത്രന്മാർ ഷാമ, ജയ്യേൽ, ഷിമ്രിയുടെ മകൻ യദിയായേൽ, അവൻ്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എൽനാമിൻ്റെ പുത്രന്മാരായ യെറിബായ്, യോഷാവിയ, മോവാബ്യനായ ഇത്മ, എലിയേൽ, ഓബദ്, മെസോബ്യനായ യസിയേൽ. Chapter 11. Then all Israel gathered about David in Hebron, and they said, Surely we are of the same bone and flesh as you. Even formerly when Saul was still the king, it was you who led Israel in all its battles. And now the Lord your God has said to you, You shall shepherd my people Israel, and be ruler over them. Then all the elders of Israel came to the king at Hebron, and there David made a covenant with them in the presence of the Lord. And they anointed him king over Israel in accordance with the word of the Lord as revealed through Samuel. Then David and all Israel went to Jerusalem, that is Jebus, where the natives of the land were called Jebusites. The inhabitants of Jebus said to David, You shall not enter here. David nevertheless captured the fortress of Sion, which is the city of David. David said, Whoever strikes the Jebusites first shall be made the chief commander. Joab, the son of Zeruiah, was the first to go up, and so he became chief. David took up his residence in the fortress, which thenceforth was called the city of David. He rebuilt the city on all sides, from the Milo all the way around, while Joab restored the rest of the city. David became more and more powerful, for the Lord of hosts was with him. These were David's chief warriors, who together with all Israel supported him in his reign in order to make him true king, even as the Lord had commanded concerning Israel. Here is the list of David's warriors. Ishbaal, the son of Hachmonai, chief of the 3, he brandished his spear against 300, whom he slew in a single encounter. Next to him Eleazar, the son of Dodo the Ahohite, one of the 3 warriors. He was with David at Pas Damim, where the Philistines had massed for battle. The plowland was fully planted with barley, but its defenders were retreating before the Philistines. He made a stand on the sown ground, kept it safe, and cut down the Philistines. Thus the Lord brought about a great victory.
3 of the 30 chiefs went down to the rock, to David, who was in the cave of Adullam, while the Philistines were encamped in the valley of Rephaim. David was then in the stronghold, and a Philistine garrison was at Bethlehem. David expressed a desire, "Oh, that someone would give me a drink from the cistern that is by the gate at Bethlehem." Thereupon the 3 broke through the encampment of the Philistines, drew water from the cistern by the gate at Bethlehem, and carried it back to David. But David refused to drink it. Instead he poured it out as a libation to the Lord, saying, "God forbid that I should do such a thing. Could I drink the blood of these men who risked their lives?" For at the risk of their lives they brought it, and so he refused to drink it. Such deeds as these the 3 warriors performed. Abishai, the brother of Joab, he was the chief of the 30. He brandished his spear against 300 and slew them. Thus he had a reputation like that of the 3. He was twice as famous as any of the 30 and became their commander, but he did not attain to the 3. Benaiah, the son of Jehoiada, a valiant man of mighty deeds, from Kabzeel, he killed the 2 sons of Ariel of Moab, and also, on a snowy day, he went down and killed the lion in the cistern. He likewise slew the Egyptian, a huge man 5 cubits tall. The Egyptian carried a spear that was like a weaver's heddle-bar, but he came against him with a staff, wrested the spear from the Egyptian's hand, and killed him with his own spear. Such deeds as these of Benaiah, the son of Jehoiada, gave him a reputation like that of the 3. He was more famous than any of the 30, but he did not attain to the 3. David put him in charge of his bodyguard. Also these warriors, Asahel the brother of Joab, Elhanan son of Dodo from Bethlehem, Shamuth from En-Harod, Helez from Paltai, Ira son of Ikesh from Tekoa, Abiezer from Anathoth, Sibbecai from Husha, Eli from Aho, Maharai from Netophah, Heled son of Baanah from Netophah, Ithai son of Ribai from Gibeah of Benjamin, Benaiah from Pirathon, Huarai from the valley of Gaiash, Abiel from Beth-Arabah, Asmaveth from Bahurim, Eliabah from Shaalbon, Jashan the Gunite, Jonathan son of Shagi from En-Harod, Ahiam son of Sekar from En-Harod, Elipheleth son of Ahasabai from Beth-Meakah, Ahijah from Gilo, Hezro from Carmel, Nearai the son of Ezbai, Joel brother of Nathan from Rehob the Gadite, Zelek the Ammonite, Neherai from Beeroth, the armor-bearer of Joab son of Zeruiah, Ira from Jatir, Gareb from Jatir, Uriah the Hittite, Zabad son of Alai, and in addition to the 30, Adinah son of Shiza the Reubenite, chief of the tribe of Reuben, Hanan from Beth-Meakah, Joshaphat the Mithnite, Uzziah from Ashteroth, Shema and Jael sons of Hotham from Aroer, Jediel son of Shimri, and Joah his brother, the Tizite, Eliel the Mahavite, Zerabai and Joshaviah sons of Elneam, Ithma from Moab, Eliel, Obed, and Jeaziel the Mazobian.